റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൻ്റെ അവസാന സമയത്താണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ ജനിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53 വർഷമായി മക്കയിൽ തന്നെ ജീവിച്ച്, അതിൽ 13 കൊല്ലം പ്രവാചകനായി ജീവിച്ച്, അതിൽ തന്നെ 3 കൊല്ലം രഹസ്യമായി മറ്റും പ്രബോധനം നടത്തിയും, പിന്നീടുള്ള 10 കൊല്ലം പരസ്യമായി തന്നെ പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൽ എന്ന് മുതൽ തുടങ്ങിയോ അന്നു മുതൽ അതിനെതിരെയുള്ള ശബ്ദങ്ങളെയും മാനസികവും ശാരീരികവുമായ അക്രമങ്ങളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങി ജീവിച്ചു വരികയാണ്. 53 കൊല്ലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53 വയസ്സായി. നുബുവത്ത് ഏറ്റെടുത്തിട്ട് നുബുവത്ത് എന്ന വലിയ ഭാരിച്ച ഈ ലോകത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ അള്ളാഹു ഏൽപ്പിച്ചതിന് ശേഷം 13 കൊല്ലമായി. നുബുവത്തിന്റെ 13ാമത്തെ വർഷം. ആ വർഷം നടന്ന സംഭവങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. 2ാം അഖബ ഉടമ്പടി. ആദ്യം യസ്രിബിൽ നിന്ന് 6 ആളുകൾ വന്നു. അടുത്ത കൊല്ലം 12 ആളുകൾ വന്നു. 1ാം അഖബ ഉടമ്പടി കഴിഞ്ഞു. പിന്നീട് 2ാം അഖബ ഉടമ്പടിയിൽ 73 ആളുകളോളം, 70-ൽ ചില്ലാനം ആളുകളും 2 സ്ത്രീകളും അടങ്ങുന്ന ആ ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈകൊടുത്ത് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിന്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതെന്നും ഏതൊക്കെ വിഷയത്തിലാണ് അവർ റസൂലിനോട് ഉടമ്പടി ചെയ്തതെന്നും അന്നത്തെ അവസ്ഥയും ഖുറൈശികൾക്കുണ്ടായ സംശയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു സംഭവം രാത്രി നടന്ന മിനായിലെ അഖബ എന്ന് പറഞ്ഞ മലയിടുക്കിൽ നടന്ന ആ സംഭവം, ഖുറൈശികൾ ഒരു സംശയം തോന്നി പിശാച് മനുഷ്യരൂപത്തിൽ അവരോട് വിളിച്ചു പറയുകയും, അങ്ങനെ പിറ്റേന്ന് രാവിലെ 500ഓളം വരുന്ന യസീബിൽ നിന്നുള്ള ഹജ്ജിനായി വന്ന മുശ്രിക്കുകളുടെ അടുത്ത് ഖുറൈശികൾ പ്രമുഖരായ ആളുകൾ വന്ന് ചോദിക്കുകയും ചെയ്തു. അവരൊക്കെ അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് നിങ്ങൾക്കെതിരെ ഖുറൈശികൾക്കെതിരെ ഒരിക്കലും ഞങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുമോ, ഞങ്ങൾ എങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ ഖുറൈശികളെ മടക്കി അയച്ചു. ഇസ്ലാം സ്വീകരിച്ച അത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ആളുകളൊന്നും മിണ്ടിയില്ല. മുശ്രിക്കീങ്ങളായ ആളുകളാണ് ആ മറുപടി പറഞ്ഞത്. പക്ഷെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് മനസ്സിലായി എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മുഹമ്മദ് യസ്രിബുകാരായ ആളുകളോട് ഏതോ ഒരു ഉടമ്പടി, എന്തോ ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്, എന്തോ ഒരു അവർ തമ്മിലൊരു സഖ്യം പോലെ ഒരു തീരുമാനം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ യസ്രിബുകാരായ ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഖുറൈശികൾ ഒരു സൂക്ഷ്മത, അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പിടികൂടാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി ഖുറൈശികൾ ശ്രമിച്ചു എന്ന് കാണാൻ കഴിയും. അങ്ങനെ അവർക്ക് ഖുറൈശികളിൽപ്പെട്ട യസ്രിബുകാരിൽപ്പെട്ട 2 ആളുകളെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഒന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻദിർ ഇബ്നു അംർ എന്ന് പറയുന്ന 2 ആളുകൾ. അതിൽ മുൻദിർ ഇബ്നു അംർ അദ്ദേഹത്തിന്റെ കൈക്കരുത്ത് കൊണ്ട് ഖുറൈശികളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിടിക്കപ്പെട്ടു. ഖുറൈശികൾ പിടിച്ചു. അദ്ദേഹത്തെ കൈയും കാലും ഒക്കെ കെട്ടി വലിച്ചഴച്ച് മക്കയിലെ ആളുകളുടെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ മുടി പിടിച്ചു വലിച്ചു. മക്കയിൽ പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അവസാനം ചരിത്രത്തിൽ നമ്മൾ മുമ്പും കേട്ട മുത്തൈം ഇബ്നു അദി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ, മുശ്രിക്കായിരുന്നെങ്കിലും ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷയ്ക്ക് സഹായത്തിനെത്തിയ ഒരു മനുഷ്യൻ, അദ്ദേഹവും ഹാരിസ് ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന 2 ആളുകളും വന്ന് ഈ മനുഷ്യനെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തുകയാണ്. കാരണം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആണ് ഈ 2 പേരുടെയും യാത്രാ സംഘങ്ങൾ യസ്രിബ് വഴി കടന്നു പോകുമ്പോൾ അവർക്ക് അഭയം കൊടുത്ത മനുഷ്യൻ. അപ്പൊ അതിന്റെ പേരിൽ അവർ 2 പേരും മക്കക്കാരിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഈ 2ാം അഖബ ഉടമ്പടി ഉണ്ടായതോടുകൂടി നമ്മൾ പറഞ്ഞു, അൻസാരികൾ എന്നൊരു വിഭാഗം, ഈ ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായി അൻസാരികൾ എന്നൊരു വിഭാഗം അറിയപ്പെടുന്ന അവിടെയാണ്. വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ് അൻസാരികൾ എന്ന് പറഞ്ഞ ആ ആയത്തുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരായണം ചെയ്യുകയുണ്ടായി. സൂറത്തു നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു വാഗ്ദാനം ഈ ഒരു സന്ദർഭത്തിൽ സിറ പണ്ഡിതന്മാരടക്കം സിറയിൽ ചേർത്തതായി കാണാൻ കഴിയും. അഥവാ മുസ്ലിം സമൂഹം ഏത് കാലത്തും അവർ മുറുകെ പിടിക്കേണ്ട ആദർശവും നിലപാടുകളും കൃത്യമായി മുറുകെ പിടിക്കുകയാണ് എങ്കിൽ
ഈമാനും അമലുസ്വാലിഹാത്തുകളും അവർക്കുണ്ട് എങ്കിൽ, കൃത്യമായ നിലപാടിലാണ് അവർ ചരിക്കുന്നത് എങ്കിൽ, ഇസ്ലാം കൃത്യമായി എവിടെ മുറുകെ പിടിക്കുന്നോ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അവർക്ക്, ഈ ഭൂമിയിലും അവർക്ക് ആധിപത്യവും അധികാരവും പ്രശ്നങ്ങളില്ലാത്ത നല്ല അവസ്ഥയും ഒക്കെ നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനമാണ്. മുസ്ലിങ്ങൾക്ക് ദുനിയാവിലും വിജയമുണ്ടാകും, ആഖിറത്തിലും വിജയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹിജ്റയെ സംബന്ധിച്ച് ഈ ഹിജ്റയുടെ തുടക്കം എന്നുള്ള നിലക്ക് ഈ അഖബ ഉടമ്പടി കഴിഞ്ഞപ്പോൾ സീറ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ആയത്ത്, സൂറത്തുൻ നൂറിൽ ആയത്ത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി, നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകൾ, ശരിയായ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം തൗഹീദ് ഉൾക്കൊണ്ട് ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റി ശരിയായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഖിലാഫത്ത് നൽകും, അവർക്ക് ഭൂമിയിൽ അധികാരം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്കും അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ അള്ളാഹു അവർക്ക് അധികാരം കൊടുത്തതുപോലെ വലയുമക്കിനന്ന ലഹും ദീനഹും, അവരുടെ ദീന് ശരിയായി നിലനിർത്താൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ദുനിയാവിൽ ഒരു കെട്ടുറപ്പും ഒരു ഉറപ്പുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഖൗഫിന് ശേഷം, ഭയപ്പാടോടുകൂടി അവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം അംന്, ഈമാൻ എന്നുള്ള പദമൊക്കെ അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയും. ഈമാൻ, അംന്, ഒരു നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. പക്ഷേ അള്ളാഹു അവിടെ എണ്ണിപ്പറഞ്ഞത്, അവരുടെ സവിശേഷതയായി പറഞ്ഞത്, നേരത്തെ ഈമാന് പറഞ്ഞു, അമലുസ്വാലിഹാത്തുകൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇതിനൊക്കെ അർഹമാക്കുന്ന കാര്യം അള്ളാഹു ഒന്നുകൂടി എടുത്തു പറയാം. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ, എന്നെ മാത്രം ആരാധിക്കുകയും എന്നിൽ ഒരു വസ്തുവയും ഒന്നിനെയും എന്നോട് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. അത് ഈ ആളുകളുടെ ഈ വാഗ്ദാനം ലഭിക്കാൻ ഇതിൽ അർഹമാകുന്ന ആളുകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അപ്പാടെ മാറി മറിഞ്ഞ ഒരു സംഭവം, ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. പൂർണ്ണമായും അന്ന് വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി മുസ്ലിങ്ങൾ. പിന്നീട് ആ ഹിജറ കാരണമാണ് മദീന എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വരെ ഒരു ഭരണാധികാരിയല്ല, അന്ന് വരെ മക്കയിലെ സാധാരണ ആളുകളോടൊപ്പം പ്രവാചകൻ എന്ന പദവിയിൽ കവിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വേറെ പദവികളൊന്നുമില്ല. മദീനയിൽ എത്തുമ്പോഴാണ് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന്റെ നായകത്വം ഏറ്റെടുക്കുന്നത്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, മദീനയിലെ യസ്രിബിലെ യഹൂദികളടക്കമുള്ള ആളുകളുടെ സന്ധി എഴുതുകയും കരാർ എഴുതുകയും ഒരു മദീന എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഒരു ഭരണത്തിന്റെ തലവനായി മാറുന്നതുമൊക്കെ ഇതിന് ശേഷമാണ്. ഇസ്ലാമിന് ഒരു കെട്ടുറപ്പോടുകൂടിയുള്ള ഒരു സംവിധാനം, ഒരു രാജ്യം, ഒരു രാഷ്ട്രം കൃത്യമായി മുസ്ലിങ്ങൾ ഭരിക്കുകയും അവർ കാര്യങ്ങൾ നിർവഹിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കനുസരിച്ച് ചലിക്കുകയും ചെയ്യുന്ന ആ നിലപാടുകൾക്കനുസരിച്ച്, വഹി അനുസരിച്ച്, പ്രവാചകന്റെ മാതൃകയനുസരിച്ച് ഓരോ രാഷ്ട്രകാര്യങ്ങളും മറ്റ് സാമൂഹിക കാര്യങ്ങളും വിധിവിലക്കുകളും സമൂഹത്തിലൊക്കെ നടപ്പാക്കപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഈ ഒരു ആയത്തും ഈ ഒരു സംഭവം മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തും ഒരു പാഠം എന്നതുപോലെ തന്നെ ഈ ഒരു ആയത്തും ഈ അഖബ ഉടമ്പടിക്ക് ശേഷമുള്ള ഈ ഒരു ഹിജറ തുടങ്ങുന്ന മദീന എന്ന രാഷ്ട്രത്തിന്റെ നിർമ്മാണവുമൊക്കെ ഈ ആയത്തിലൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന സംഗതികളാണ്.